भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमः। हरे कृष्ण। ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 28 ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 36 മുതൽ 40 വരെ വായിക്കാം. സോപേതയാ ചരമയാ മനസോ നിവൃത്യ തസ്മിൻ മഹിന്യവസിത സുഖദുഃഖബാഹ്യേ ഹേതുത്വമപ്യസതി കർത്തരി ദുഃഖയോർയത് ത്വാത്മൻവിദത്ത ഉപലബ്ധ പരാത്മകാഷ്ഠ. ദേഹം ചതം നപ്ചരമ സ്ഥിതമുദ്ധിതം വാ സിദ്ധോ വിപശ്യതി യദോദ്യഗമത് സ്വരൂപം ദൈവാതുഭേദമഥ ദൈവവശാദഭേദം വാസോ യഥാ പരികൃതം മതിരാമധാന്ധ. ദേഹോപി ദൈവവശഃ ഖലു കർമ്മ യാവത് സ്വാരംഭകം പ്രതി സമീക്ഷത ഏവ സാസു തം സപ്രപഞ്ചമതിരൂഢസമാധിയോഗ സ്വപ്നം പുനർന ഭജതേ പ്രതിബുദ്ധവസ്തു. യഥാ പുത്രാച്ച വിത്താച്ച പൃഥക് മർത്യ പ്രതീയത്തെ അപ്യാത്മത്വേനാഭിമതാത് ദേഹാദേ പുരുഷസ്തഥാ. യഥോൽമുഖാദ് വിസ്മുലിംഗാദ് ധൂമാദ്വാപി സുസംഭവാദ് അപ്യാത്മത്വേനാഭിമതാത് യഥാഗ്നികൃതമുൽമുഖാദ്. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ശോഭന മാതാജി വായിച്ചു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശാതാരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദാമൃത ദ്രവ സംയുതം പിബത ഭാഗവതം രസാമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയാമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതാ സേവയാ ഭഗവതീയുത്തമാ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3-2 അധ്യായം 28. ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 36. സോപ്യേതയാ ചരമയാ മനസ്സോ നിവൃത്യ തസ്മിൻ മഹിന്മേ അവസിതാ സുഖദുഃഖബാഹ്യേ ഹേതുത്വം അഭ്യസതി കർത്തരി ദുഃഖയോർയത് സ്വാത്മൻ വിദത്ത ഉപലബ്ധ പരാത്മകാഷ്ട. വിവർത്തനം. മനസ്സ് അപ്രകാരം ഭൗതികമായ എല്ലാ പ്രതിപ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് ഭൗതികമായ സുഖദുഃഖങ്ങൾക്കതീതമായി അതിന്റെ സ്വന്തം മഹത്വത്തിൽ അത്യുന്നതമായ അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്യും. ആ സമയത്ത് യോഗിക്ക് പരമദിവ്യോത്ത പുരുഷനായ ഭഗവാനുമായുള്ള അവന്റെ ബന്ധത്തിന്റെ സത്യം ബോധ്യമാകും. അവൻ അവന്റെ സ്വന്തം ആത്മാവിനുമേൽ ആനന്ദവും വേദനയും അവയുടെ പരസ്പര പ്രവർത്തനങ്ങളും ആരോപിച്ചിരുന്നത് വാസ്തവത്തിൽ അജ്ഞതയുടെ ഉൽപ്പന്നമായ മിഥ്യ അഹങ്കാരം മൂലമായിരുന്നുവെന്ന് അവൻ കണ്ടെത്തും. ശ്ലോകം 37. ദേഹം ചതം ന ചരമസ്ഥിതമുത്തിതം വാ സിദ്ധോ വിപശ്യതി യതോദ്യഗമസ്വരൂപം ദൈവാദുപേതാമതാ ദൈവാവശാദപേദം വാസോ യഥാ പരീകൃതം മദീരാമദാന്ത. വിവർത്തനം. പൂർണ്ണമായി സാക്ഷാത്കൃതനായ ആത്മാവിന് തന്റെ യഥാർത്ഥ വ്യക്തിത്വം നേടിക്കഴിഞ്ഞതിനാൽ ഭൗതിക ശരീരം ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയാണെന്ന് ബോധമുണ്ടാവില്ല. മദ്യലഹരിയിൽ അബോധാവസ്ഥയിലായ ഒരുവന് സ്വന്തം ശരീരത്തിൽ വസ്ത്രമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ. ശ്ലോകം 38. ദേഹോപി ദൈവവശക കലു കർമ്മയാവത് സ്വാരംഭകം പ്രതി സമീക്ഷിതായേവ സാസു തം സ പ്രപഞ്ചം അതിരൂഢ സമാധിയോഗ സ്വപ്നം പുനർനാഭജതേ പ്രതീബുധ വസ്തു. വിവർത്തനം. അപ്രകാരമുള്ളൊരു യോഗിയുടെ ശരീരത്തിന്റെ ഉത്തരവാദിത്തം ഇന്ദ്രിയങ്ങളോടുകൂടി പരമദിവ്യോത്ത പുരുഷനായ ഭഗവാൻ ഏറ്റെടുക്കുകയും വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ അത് പ്രവർത്തിക്കുകയും ചെയ്യും. മോചിതനായ ഭക്തൻ തന്റെ വ്യവസ്ഥാപിത പദവിയിലേക്ക് ഉണർന്ന് യോഗാനുഷ്ഠാനത്തിന്റെ പരമോന്നത തലമായ സമാധിയിൽ സ്ഥിതനാവുകയും ഭൗതിക ശരീരത്തിന്റെ ഉൽപ്പന്നങ്ങളെ തന്റെ സ്വന്തമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും. അപ്രകാരം തന്റെ ശാരീരിക പ്രവർത്തനങ്ങളെ ഒരു സ്വപ്നത്തിലെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളായി അവൻ പരിഗണിക്കും. ശ്ലോകം 39. യഥാ പുത്രാച്ച വിത്താച്ച പൃഥഗ്മത്യാ പ്രദീയതേ അപ്യാത്മതേനാഭീമദാത് ദേഹാദേ പുരുഷസ്തദാ. വിവർത്തനം. കുടുംബത്തോടും സമ്പത്തിനോടുമുള്ള വലിയ അഭിനിവേശ നിമിത്തം ഒരുവൻ ഒരു പുത്രനെയും കുറെ പണവും സ്വന്തമെന്ന പോലെ സ്വീകരിക്കുന്നു. ഭൗതിക ശരീരത്തോടുള്ള പ്രതിപത്തി മൂലം ഒരുവൻ ഇത് എന്റെ ശരീരമാണെന്ന് ചിന്തിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ ഒരുവന് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ അവന്റെ കുടുംബവും സമ്പത്തും അവനിൽ നിന്ന് വ്യത്യസ്തമാണ്. താനും തന്റെ ശരീരവും ഒന്നല്ലെന്ന് മോചിതാത്മാവിന് മനസ്സിലാക്കാൻ കഴിയും. ശ്ലോകം 40. യഥോന്മകാത് വിസ്ഫുലിംഗാത് ധുമാദ്വാഭീസോ സംഭവാത് അപ്യാത്മത്വേനാഭീമദാത് യഥാഗ്നി പൃഥക് ഉൽമുഖാത്. വിവർത്തനം. കത്തുന്ന വിറകിൽ നിന്നുണ്ടാകുന്ന അഗ്നിയും ജ്വാലകളും സ്ഫുലിംഗങ്ങളും പുകയും തമ്മിൽ ഇറുകിച്ചേർന്ന ബന്ധമുണ്ടെങ്കിലും അഗ്നി അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശോഭന മാതാജി. ഹരേ കൃഷ്ണ. അവിടെ ഭഗവാൻ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു യോഗി ഭഗവാനെ ദർശിച്ചതിന് ശേഷം ഭഗവാനോട് അതിയായിട്ടുള്ള ആകർഷണം ഉണ്ടാകും. അങ്ങനെ ഭഗവാനുമായിട്ടുള്ള ബന്ധം തിരിച്ചറിയാൻ സാധിക്കും. താൻ ഏത് ബന്ധത്തിലാണ് ഭഗവാനോട് ചേർന്നിരിക്കുന്നത്, തനിക്ക് എന്ത് ബന്ധമാണ് ഭഗവാനോടുള്ളത് എന്ന് ഒരു യോഗിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ യോഗിക്ക് ഭഗവാനോട് ഭാവമുണ്ടായിരിക്കും, ഭഗവാനോടുള്ള സ്നേഹം ഉണർന്നു വരും. ആ സമയത്ത് ആ യോഗിയുടെ ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീർ വരിക, ശരീരത്തിൽ ഉളകം അനുഭവപ്പെടുക, കണ്ടമിടറുക, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും ഒരു യോഗി ഭഗവാനെ ദർശിച്ചതിന് ശേഷം എന്ന് പറയും. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങൾ ആ വ്യക്തിയെ ബാധിക്കുന്നില്ല എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് വിശദമായിട്ട് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഭഗവാനിൽ മനസ്സ് ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഭൗതികമായിട്ടുള്ള ഒരു വസ്തുക്കളും ആ വ്യക്തിയെ ആകർഷിക്കുന്നില്ല എന്നിവിടെ 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. സോപ്യതയാ ചരമയാ മനസ്സോ നിവൃത്യ തസ്മിൻ മഹിന്യവസിത സുഖദുഃഖബാഹി. ആ വ്യക്തിക്ക് സ്വന്തം ഐഡന്റിറ്റി എന്താണെന്ന് ഭഗവാനുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ ഭഗവാൻ എന്നെ സേവനം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതോടുകൂടി ശാരീരിക ബോധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമാകാനും ശാരീരികമായിട്ട് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനും സാധിക്കും. ഞാൻ ഇതുവരെ അനുഭവിച്ചിരുന്ന സുഖവും ദുഃഖവുമെല്ലാം ഞാൻ ശരീരമാണ് എന്ന് വിചാരിച്ച് ജീവിച്ചത് കൊണ്ടാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കും. ശാരീരിക ബോധത്തിലാണ് സുഖവും ദുഃഖവും ഉള്ളത്. ശാരീരിക ബോധത്തിൽ നിന്ന് പുറത്തു കിടന്നു കഴിഞ്ഞാൽ പിന്നീട് സുഖദുഃഖങ്ങളില്ല, അവിടെ ആനന്ദത്തിന്റെ അവസ്ഥയാണ് എന്ന യോഗിക്ക് മനസ്സിലാകും. അതേപോലെ 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെ മുക്തനായിട്ടുള്ള ഒരു വ്യക്തിയെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ പിന്നീട് അലട്ടുന്നില്ല എന്ന് പറയും. ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ ഒരു വ്യക്തിയെ, സാധാരണ വ്യക്തിയെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്? ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. ഇതാണ് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ. ശരീരത്തിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കണം, ആഹാരം, നിദ്ര, അതിന് വിശ്രമം കൊടുക്കണം. ഭയം, ആ ശരീരത്തിന് എപ്പോഴും ഭയമുണ്ടായിരിക്കും. ഞാൻ ഇല്ലാതാകാൻ പോവുകയാണ്, എന്നെ സംരക്ഷിക്കണം എന്ന് ശരീരം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വീട്, കൂട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കണം. സമൂഹത്തിൽ അതിന് സംരക്ഷണം വേണം, സമൂഹത്തിൽ തനിക്ക് സുരക്ഷ വേണം എന്ന് വിചാരിച്ച് അത് ബന്ധുക്കളോട്, സുഹൃത്തുക്കളോടൊക്കെ ബന്ധം പുലർത്താൻ ശ്രമിക്കും. അങ്ങനെ തനിക്ക് സംരക്ഷണം കിട്ടുമെന്ന് അത് വിചാരിക്കും. അതെല്ലാം ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഭയം എന്നുള്ളത് ശരീരത്തിന്റെ ഒരു ആവശ്യമാണ്. ഭയം, മൈഥുനം, സ്ത്രീ പുരുഷ ആകർഷണം. ആ സ്ത്രീ പുരുഷ ആകർഷണത്തിന്റെ പുറകെയും ശരീരത്തിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ, പ്രവൃത്തികൾ ഒരു ജീവന് ചെയ്യേണ്ടി വരും. അപ്പൊ മുക്തനായിട്ടുള്ള ഒരു വ്യക്തിയെ ഈ ആവശ്യങ്ങളൊന്നും പിന്നീട് അലട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ശാരീരികമായിട്ടുള്ള ബോധത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു വ്യക്തി അലട്ടുന്നത്. ബോധത്തിൽ നിന്ന് മുക്തനായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആവശ്യങ്ങൾ പിന്നീട് ആ വ്യക്തിയെ അലട്ടുന്നില്ല എന്ന് പറയും. അങ്ങനെ മുക്താത്മാവായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെല്ലാം ഭഗവാൻ തന്നെ നേരിട്ട് ഏറ്റെടുക്കുന്നു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 38-ാമത്തെ ശ്ലോകത്തിൽ
ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത്. ഭൗതിക ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് മുക്തി കിട്ടി. എങ്ങനെയാണ് മുക്തി കിട്ടുന്നത്? ഭഗവാനെ ഉള്ളിൽ ദർശിച്ചു, ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ ഭഗവാൻ തന്നെ ഏറ്റെടുത്തു. ആ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. കാരണം എന്താണ്? ഒരു യോഗി തന്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ ശരീരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ഭഗവാൻ തന്നെ ഏറ്റെടുത്തു. അങ്ങനെയുള്ള ഒരു യോഗിക്ക് ശരീരത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. അത് ഭഗവാൻ നേരിട്ട് നോക്കിക്കോളും എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയാണ് ജീവൻ മുക്ത അവസ്ഥ എന്ന് പറയുന്നത്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മുക്തി നേടിയിട്ടുള്ള അവസ്ഥ. മുക്തി നേടിയാലും നമ്മൾ ഈ ശരീരത്തിൽ തന്നെ അതേപോലെ തുടരുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ശരീരത്തിന്റെ കാര്യങ്ങൾ ഭഗവാനാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഒരു യോഗിക്ക് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ യോഗി പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശരീരത്തിന്റെ കാര്യം ഭഗവാൻ തന്നെ ഏറ്റെടുത്ത് നടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ദേഹോപി ദൈവവശക ഖലു കർമ്മയാവത്. അപ്പൊ എങ്ങനെ എത്ര കാലം അങ്ങനെ പോകും? ആ ശരീരത്തിന്റെ കർമ്മം അവസാനിക്കുന്നത് വരെ, വിധിക്കപ്പെട്ട കർമ്മം അവസാനിക്കുന്നത് വരെ ആ ശരീരം അങ്ങനെ ഭഗവാന്റെ സേവനത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ യോഗിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ലാതെ ശരീരത്തിനെ സംരക്ഷിക്കണമല്ലോ എന്ന് വിചാരിക്കാതെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകാൻ സാധിക്കും. ഭഗവാന്റെ സേവനം ചെയ്യുന്നതിനനുസരിച്ച് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഭഗവാൻ നൽകുകയും ചെയ്യും. അങ്ങനെ ആ യോഗിക്ക് കൂടുതൽ ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകും. ആ സമയത്ത് തന്റെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ, ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മാത്രമേ യോഗിക്ക് അനുഭവപ്പെടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ശാരീരിക കർമ്മങ്ങളിൽ നിന്ന് വിട്ട് ഭഗവാന്റെ സേവനങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കും. ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഒരു സ്വപ്നത്തിന്റെ നിലവാരത്തിലുള്ള കർമ്മമാണ് എന്ന് യോഗിക്ക് ബോധ്യപ്പെടുമെന്ന് പറയുന്നു. അതുവരെ താൻ വിചാരിച്ചിരുന്ന തൻ്റെ ബന്ധുക്കൾ, തൻ്റെ പുത്രൻ, തൻ്റെ സ്വത്ത്, തൻ്റെ സമ്പത്ത്, ഇതൊന്നും യഥാർത്ഥത്തിൽ തൻ്റെതല്ല എന്നും ആ വ്യക്തിക്ക് ബോധ്യപ്പെടുമെന്ന് 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. യഥാപുത്രാച്ച വിത്താച്ച പൃഥക് മർത്യ പ്രതീയതേ അപ്യാത്മത്വേന അഭിമതാ ദേഹാദേ പുരുഷ തഥാ. നിത്യാഹങ്കാരം കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം എന്റേതാണ് എന്ന് വിചാരിച്ചത് എന്ന് യോഗിക്ക് മനസ്സിലാകും. അപ്പൊ യഥാർത്ഥത്തിലുള്ള സ്നേഹം ആരംഭിക്കുന്നത് ആത്മീയ നിലവാരത്തിലാണ്. ഭൗതിക തലത്തിൽ നമ്മൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. എൻ്റെ പുത്രൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, അത് എവിടുന്നാണ് വരുന്നത്? എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടവരെ മാത്രമേ ഞാൻ സ്നേഹിക്കും. ശരീരവുമായിട്ട് ബന്ധപ്പെടാത്തവരെ എനിക്കറിയില്ല. അവരുടെ കാര്യങ്ങൾ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ശരീരവുമായി പെടാത്തവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നില്ല. ശരീരവുമായിട്ട് ബന്ധമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കും. അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല, അത് നമ്മുടെ അറ്റാച്ച്മെന്റ് ആണ്. നമ്മുടെ ശരീരവുമായിട്ടുള്ള ആകർഷണം കൊണ്ടാണ് നമ്മളെ അത് ബാധിക്കുന്നത്. പക്ഷേ ഒരു യോഗി അതിൽ നിന്നും ഉയർന്ന നിലവാരത്തിലാണ് ചിന്തിക്കുന്നത്. എല്ലാവരും ഭഗവാന്റെ അംശമാണ്. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. തൻ്റെ മക്കൾ മാത്രമല്ല, എല്ലാ മക്കളും ഭഗവാന്റെ അംശമാണ് എന്ന് ഉയർന്ന നിലവാരത്തിലേക്ക് വരാൻ ഒരു യോഗിക്ക് സാധിക്കും എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൗതിക നിലവാരത്തിലുള്ളവർ തൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടവരെ മാത്രമേ ശ്രദ്ധിക്കൂ. അല്ലാത്തവർക്ക് എന്ത് സംഭവിക്കുന്നതോ അവരെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ അത് സ്നേഹമാണെന്ന് പറയും. പക്ഷെ അത് ആ വ്യക്തിയുടെ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ കാമം കൊണ്ടാണ്. യഥാർത്ഥ സ്നേഹത്തിലുള്ള ഒരു വ്യക്തിക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കും. എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ ഒരു യോഗിക്ക് സാധിക്കുമെന്ന് പറയുന്നു. ഇപ്പൊ മിഥ്യാഹങ്കാരം കൊണ്ടാണ്
ഞാനുമായി ബന്ധപ്പെട്ടതെല്ലാം എന്റേതാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഭക്തന് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ഞാൻ ഈ ശരീരമല്ലാത്തത് കൊണ്ട് ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം എന്റേതല്ല എന്ന വ്യക്തിക്ക് മനസ്സിലാകും. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന വ്യക്തിക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ഏതുപോലെ അതിന്റെ ഒരു ഉദാഹരണമാണ് 40ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥോൽമുഖാത് നിസ്ഫുലിംഗാത് ഉമാസ്വാഭി സുസംഭവാത് അത്യാത്മത്തേനാഭിമതാത് യഥാഗ്നി പൃഥക് ഉൽമുഖാത്. നമ്മൾ കാണുന്ന സമയത്ത്, അഗ്നി എന്ന് പറയുന്ന സമയത്ത്, അഗ്നിയിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? വിറക് കാണുന്നുണ്ട്, അതേപോലെ അതിന്റെ ജ്വാലകൾ കാണുന്നുണ്ട്, അതിൽ നിന്നുള്ള തീപ്പൊരി കാണുന്നുണ്ട്, അതേപോലെ അഗ്നിയിൽ നിന്ന് പുകയും കാണുന്നുണ്ട്. പക്ഷെ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറകല്ല, അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയല്ല, അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പൊരികളുമല്ല. അഗ്നിക്ക് അതിൻ്റെതായിട്ടുള്ള അസ്തിത്വം. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആണ്. അപ്പം അഗ്നി വിറകും പുകയും ഒന്നുമല്ലാത്തതുപോലെ ഒരു ജീവാത്മാവ് അതിന്റെ ശരീരവുമല്ല, ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമല്ല. പക്ഷെ അജ്ഞാനത്തിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരമാണ്, ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ്, കുടുംബമാണ്. അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ബോധത്തിൽ നമ്മൾ വിചാരിക്കുകയാണ്. ഏതുപോലെ അഗ്നി കാണുന്ന സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ച് കാണുന്നത് പോലെ, വിറക്, അതിന്റെ തീപ്പൊരികൾ. പക്ഷെ അഗ്നിക്ക് അതിൽ നിന്നെല്ലാം വേറിട്ട ഒരു അസ്തിത്വമുണ്ട്. അതേപോലെ ജീവാത്മാവിന് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വേറിട്ട് നിലനിൽക്കാൻ സാധിക്കും എന്ന വ്യക്തിക്ക് ജീവൻ മുക്ത അവസ്ഥയിൽ ബോധ്യപ്പെടും എന്നാണ് പറയുന്നത്. ജീവൻ ശരീരവും വ്യത്യസ്തമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ആ യോഗിക്ക് ഈ യോഗ സമ്പ്രദായത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാനെ ദർശിച്ച് ഭഗവാനുമായിട്ട് പൂർണ്ണ ആകർഷണത്തിലെത്തി ഭഗവാന്റെ സേവനം ചെയ്യുന്ന സമയത്ത് ശരീരമല്ല, ശരീരത്തിൽ അകത്തിരിക്കുന്ന ജീവാത്മാവാണ് എന്നുള്ള ബോധത്തിലേക്ക് പൂർണ്ണമായിട്ടും എത്താൻ ആ വ്യക്തിക്ക് സാധിക്കുമെന്നും അങ്ങനെ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി നേടാൻ ആ വ്യക്തിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 2-3 ശ്ലോകങ്ങൾ കൂടി അധ്യായത്തിലുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം, നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ജപിക്കട്ടെ. യെസ്, വിഷ്ണുപ്രിയ മാതാജി ജപിച്ചോ. ഹരേ ഹരേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ